ഒരു പ്രകോപനവുമില്ലാതെ ഇതിൽ ഞങ്ങൾ ഭാരവാഹികൾക്കെതിരെ ആക്രമണം ആവശ്യപ്പെടുകയായിരുന്നു. അതിൽ ഞങ്ങളുടെ ബഹുമാന്യനായ പ്രിയങ്കരനായ ഞങ്ങളുടെ പ്രസിഡന്റിൻ്റെ ജീവൻ നഷ്ടമാവുകയുണ്ടായി. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം കരുനാഗപ്പള്ളി തൊടിയൂർ പഞ്ചായത്തിലെ ഇടക്കുളങ്ങര മണ്ണേൽ സലീമിൻ്റെ വസതിയിലാണ്. വളരെ ദാരുണമായൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നത്. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടി മധ്യസ്ഥയ്ക്ക് പോയ സലീം മണ്ണേൽ എന്ന സൗമ്യനായ ഈ നാട്ടുകാർക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന, ആരാലും സർവസമ്മതനായ ഒരു പൊതുപ്രവർത്തകനും ഇവിടുത്തെ മുസ്ലിം ജമാഅത്തിൻ്റെ 30 വർഷക്കാലം പ്രസിഡൻ്റായിരുന്ന സലീം മണ്ണേൽ എന്ന വ്യക്തിയുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് പേരാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ. നേരത്തെ തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ശരീരം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. 30 വർഷക്കാലമായി പാലോലിക്കുളങ്ങര മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു സലീം മണ്ണേൽ. സലീമിക്ക എന്നെല്ലാവരും വിളിക്കുന്ന, ഒരു വിളിപ്പുറത്ത് ഓടിയെത്തുന്ന, ആർക്കും എന്ത് സഹായത്തിനും ഓടിയെത്താൻ കഴിയുന്ന സ്നേഹനിധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സജീവ സാന്നിധ്യമായിരുന്ന സലീം മണ്ണേൽ എന്ന വ്യക്തിയാണ് ഈ നാടിനെ മൊത്തം കണ്ണുനീരിലാഴ്ത്തിക്കൊണ്ട് ഒരു നാടിൻ്റെ ദുഃഖമായി മാറിക്കൊണ്ട് വിട പറഞ്ഞിരിക്കുന്നത്. പാലോലിക്കുളങ്ങര ജമാഅത്തിൽപ്പെട്ട വരൻ്റെയും കോഴിവിള ജമാഅത്തിൽപ്പെട്ട വധുവിൻ്റെയും ബന്ധുക്കളെ ഒരുമിച്ച് കൂട്ടി പാലോലിക്കുളങ്ങര ജുമാ മസ്ജിദിന് മുന്നിലുള്ള ഓഫീസിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വധുവിൻ്റെ ആൾക്കാരെന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ ചർച്ചയ്ക്കിടയിലേക്ക് ഓടിക്കേറുകയും അവിടെ ഉണ്ടായിരുന്ന കമ്മിറ്റി അംഗങ്ങളെ, പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങളെ ക്രൂരമായി ഒരു പ്രകോപനമില്ലാതെ മർദ്ദിക്കുകയുമാണ് ഉണ്ടായത്. മർദ്ദനമേറ്റ് താഴെ വീണ സലീം മണ്ണേലിനെ നിലത്തിട്ട് ചവിട്ടുകയും അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ബോധം പോവുകയും വളരെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സുഹൃത്തുക്കളെ, വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം പേരാണ്, കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ നിരവധി ആളുകൾ സലീം മണ്ണേലിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന, പൊട്ടിക്കരയുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആരാലും സർവസമ്മതനായ, എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടൊരു വ്യക്തിയായിരുന്നു സലീം മണ്ണേൽ. അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ നാടിന് താങ്ങാൻ കഴിയുന്നതല്ല. അത്രത്തോളം ജനഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് സലീം മണ്ണേൽ. അദ്ദേഹത്തിൻ്റെ ഈ ദാരുണമായ വേർപാടിൽ അനുശോചിച്ചുകൊണ്ട് കരുനാഗപ്പള്ളിയുടെ ബഹുമാനപ്പെട്ട MLA ആയ CR മഹേഷ് നമ്മളോട് പ്രതികരിക്കുന്നു. നാടിന് പ്രിയങ്കരനായിരുന്ന ശ്രീ മണ്ണേൽ സലീം വളരെ വർഷങ്ങളായി ഒരു പൊതുമധ്യസ്ഥൻ, നാട്ടിലെ ഒരു മധ്യസ്ഥനായി ഈ ജമാഅത്ത്, മുസ്ലിം ജമാഅത്ത് മറ്റുള്ള ദീർഘനാളത്തെ പ്രസിഡൻ്റായി, ഇപ്പോൾ തൊടിയൂർ വാർഡിൻ്റെ പഞ്ചായത്ത് അംഗവും ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റുമായി ഈ നാട്ടിലെ മുഴുവൻ സാധാരണക്കാരോടുമൊപ്പം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു സഹോദരനാണ്, ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. ഇവിടുത്തെ വളരെ വർഷങ്ങളായി നാടിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലവുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തിൽപ്പെട്ടയാളാണ്, മണ്ണേൽ കുടുംബത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള വളരെ പെട്ടെന്നുള്ള ഒരു വേർപാടിൽ നാട് മുഴുവനും ദുഃഖത്തിലാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദാരുണമായ സംഭവത്തിന് ദൃക്സാക്ഷികളായി സലീം മണ്ണിലെ സഹപ്രവർത്തകരും ഈ ജമാഅത്തിൻ്റെ സെക്രട്ടറിയും മറ്റ് ഭാരവാഹികളും കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തെക്കുറിച്ച് നമ്മളോട് വിവരിക്കുകയാണ്. സെക്രട്ടറി ഷമീർ സെക്രട്ടറി അല്ലേ, ഇപ്പം ഇന്നലെ എന്താണ് നടന്ന സംഭവം വിശദീകരിക്കാമല്ലോ? തീർത്തും ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾക്കാണ് ഇന്നലെ സാക്ഷിയാകേണ്ടി വരുന്നത്. മുൻ നിശ്ചയിച്ച പ്രകാരം 2 ജമാഅത്തുകൾ തമ്മിൽ ഒരു വൈവാഹിക ചർച്ചയുണ്ടായിരുന്നു. അതായത് ചവറ കോയിവിള ജമാഅത്തിലെ ഒരു പെൺകുട്ടിയും ഞാൻ ഉൾപ്പെടുന്ന പാലോലിക്കുളങ്ങര ജമാഅത്തിലെ ഒരു പയ്യനും തമ്മിലുള്ള ഒരു വൈവാഹിക പ്രശ്നമായിരുന്നു ചർച്ച.
ജമാഅത്ത് ഓഫീസിൽ കൃത്യം 4:30 തന്നെ ചർച്ച ആരംഭിക്കുകയും പെൺകുട്ടിയുടെയും ചെറുക്കൻ്റെയും വാദം കേട്ടു. തുടർന്ന് അവർ സംസാരിക്കുന്നതിനിടയിൽ പെൺകുട്ടിയുടെ ബന്ധുക്കളെന്ന് ആരോപിക്കുന്ന ചിലർ ഒരു പ്രകോപനവുമില്ലാതെ ഇതിൽ ഞങ്ങൾ ഭാരവാഹികൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. അതിൽ ഞങ്ങളുടെ ബഹുമാന്യനായ പ്രിയങ്കരനായ ഞങ്ങളുടെ പ്രസിഡന്റിന്റെ ജീവൻ നഷ്ടമാവുകയുണ്ടായി. ഇതിനെതിരെ പോലീസിൽ പഴുതടച്ച അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഞങ്ങൾക്ക് നിയമത്തിൽ വിശ്വാസമുണ്ട്. എത്രയും വേഗം തന്നെ ഈ പ്രതികളെ പിടിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ. പെട്ടെന്നൊന്ന് കയറുകയല്ല. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ കുറേ പേരുമായി, ഏകദേശം 10-20 പേരുമായി ഈ ജമാഅത്ത് ഓഫീസിലേക്ക് ചർച്ചയ്ക്കായി വരികയായിരുന്നു. ഞങ്ങൾ സാധാരണ അങ്ങനെ ഒരു ജമാഅത്തിന്റെ ചർച്ചയ്ക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ല. ജമാഅത്ത് സെലക്ട് ചെയ്യുന്ന 3-4 പേരാണ് സാധാരണയായി ചർച്ചയിൽ പങ്കെടുക്കാറുള്ളത്. അതെ അതെ. ഇത് എന്ത് പറ്റിയെന്നറിയില്ല, കുറേ പേര് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ജമാഅത്തുകൾ എൻ്റെ കക്ഷി മറ്റൊരാളുടെ കക്ഷി എന്നില്ല, നിഷ്പക്ഷമായി സംസാരിക്കുകയാണ് ജമാഅത്ത് ഭാരവാഹികളുടെ കടമ. അതിപ്പോൾ നമ്മളുടെ കക്ഷിയായാലും മറ്റ് ജമാഅത്ത് വരുന്ന കക്ഷിയായാലും അവിടെ നിഷ്പക്ഷതയ്ക്കേ ഉള്ളൂ. കാരണം ദീൻ നിലനിർത്തി ചെയ്യുന്ന സംഭവമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ഒരു നിഷ്പക്ഷതയാണ് മറ്റുള്ളവരെ പ്രകോപിതരാക്കിയത്. എനിക്ക് നേരെ ആദ്യം ആക്രമണം ഉണ്ടായി. അത് തടുക്കാൻ വന്ന സലീമക്കായെ അവർ ആക്രമിച്ച് പിന്നെ കൂട്ടമായി ഞങ്ങളെ അങ്ങ് ആക്രമിക്കുകയായിരുന്നു. ശേഷം പെട്ടെന്ന് സലീമക്ക ബോധരഹിതനായി വീഴുകയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം നടന്നതായി ഡോക്ടർ സ്ഥിരീകരിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും സലീമക്ക എന്ന ഒരു വ്യക്തിപ്രഭാവമാണ് ഇവിടെ എടുത്തു കാണിച്ചിട്ടുള്ളത്. ഈ തൊടിയൂർ പഞ്ചായത്തിലെ പ്രത്യേകിച്ച് പാലോളിക്കുളങ്ങര ജമാഅത്തിന്റെ പരിധിയിലുള്ള ഓരോ മണൽ തരികൾക്കും സലീമക്ക സുപരിചിതനാണ്. അത്രത്തോളം വ്യക്തിപ്രഭാവമുള്ള ഒരു മനുഷ്യൻ ജീവകാരുണ്യ മേഖലയിലായാലും സാംസ്കാരിക സാമൂഹിക ഏത് മേഖലകൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ സലീമക്കയുടെ സാന്നിധ്യമില്ലാതെ ഈ പ്രദേശത്തൊന്നും കടന്നു പോയിട്ടില്ല. നമ്മൾ അങ്ങനെയും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ ഒരു പ്രവാഹം മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു ജനപ്രവാഹം ഏകദേശം ഒഴുകിയെത്തുകയായിരുന്നു ജമാഅത്ത് ഓഫീസിലേക്ക്. നമ്മൾ അത്രയും കരുതലൊന്നുമില്ല. സാധാരണ ഞാനും ആ പ്രസിഡന്റും മാത്രമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നെ പയ്യന്റെ കൊച്ചാപ്പയും മാത്രം. വൈകുന്നേരം അസ്ര നമസ്കാരത്തിന് ശേഷം ജമാഅത്ത് ഓഫീസിൽ ഏകദേശം 4:30 മണിയാക്കാണ്. പോലീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴുതടച്ച അന്വേഷണം നടത്തുന്നുണ്ട്. 2 പ്രതികളെ പിടിച്ചതായിട്ട് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ തന്നെ മുഴുവൻ പേരെയും പിടിക്കും എന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രകോപനായി